പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപിടിപാലിച്ചില്ല. ഓർത്ത് നോക്കി അത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. ഒന്നിനും ഒരു കുറവ് വരാൻ അനുവദിക്കാതെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കാത്തുപിടിപാലിച്ച കർത്താവിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അപ്പം നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് പുകഴ്ച. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അതെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. 136-ാം സങ്കീർത്തനത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചു. അവിടെ പറയുക, 3-ാമത്തെ വാക്യം പറയുക, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ ദയ കൊണ്ടാണ്. നമ്മളോടുള്ള കർത്താവിൻ്റെ ദയ വലുതാണ്. നമ്മളോടുള്ള ദയ, നമ്മുടെ തലമുറകളോടുള്ള ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ഇതെല്ലാം വലുതായതുകൊണ്ടാണ് നമ്മളും നമ്മുടെ തലമുറകളുമൊക്കെ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. നന്ദിയോടെ സ്തോത്രം പറയണം, നന്ദിയോടെ സ്തോത്രം പറയണം. അതിനൊക്കെ കർത്താവിന് എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരികയില്ല. എന്നിട്ട് പറയുക, അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുമ്പോൾ, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ചവനെ ആ കർത്താവിൻ്റെ ദയ എന്നേക്കും. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഇന്നത്തെ ദിവസം തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമേ. അങ്ങനെ പ്രത്യേക ഗ്രേസ് അവരുടെ മേൽ എക്സ്പീരിയൻസ് ചെയ്യണമേ. കർത്താവെ, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് ഫറവോൻ കണ്ടതുപോലെ നിൻ്റെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് കമേൻ സകലരും അവരുടെ കൂടെ നടക്കുന്നവർ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അവരുടെ കൂടെ പഠിക്കുന്നവർ, അവരുടെ കൂടെ താമസിക്കുന്നവർ, അവരുടെ കൂടെ നടക്കുന്നവർ, അമേൻ അവരുടെ അയൽവാസികൾ എല്ലാവരും കാണത്തക്കവണ്ണം കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ തൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. ഞാനിവരെ ബ്ലെസ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുക കർത്താവെ. പ്രത്യേകിച്ച് അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർ, എപ്പോഴും ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നവർ, ആമേൻ എപ്പോഴും ഛർദ്ദിക്കാൻ വരുന്ന അനുഭവമുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. ബ്ലഡ് പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയി നിൽക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ കാലിന് വേദനയായിട്ട് നടക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവ് അവരെ ഉപയോഗിക്കണം. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, എക്സാം എഴുതുന്നവർ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് നാളത്തെ സഭായോഗം അനുഗ്രഹമായി തീർന്നു, ശ്രേഷ്ഠകരമായി തീർന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ദൈവവചനമാണല്ലോ. അവിടെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. കരമുയർത്തി പറഞ്ഞാട്ട്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ. റോമാലേഖനം ആമേൻ 8-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അവൻ പൗലോസ് അപ്പോസ്തലൻ ആമേൻ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കുക. ആമേൻ. അപ്പം നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ അധ്യായത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ നമുക്ക് ഏൽപ്പിച്ചു തരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പറയുന്നത് 28-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമ്മുടെ ജീവിതത്തിൽ
പലപ്പോഴും പല പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ? പക്ഷേ പ്രോസസ്സുകളുടെ നദിയിൽ നമ്മൾ ആമേൻ കർത്താവിൻ്റെ പർപ്പസിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകും. ദൈവിക പർപ്പസ് നമ്മൾ തിരിച്ചറിയണം. പല പ്രോസസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ ആ പ്രോസസ്സുകളുടെ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ താമസങ്ങൾ നേരിടും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു പോകും. പ്രതീക്ഷിക്കാത്തതുപോലെ മാറ്റങ്ങൾ സംഭവിക്കും. പ്രതീക്ഷിക്കാത്തതുപോലെ ദൈവിക മറുപടികൾ ഉണ്ടാകുന്നില്ല. പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നൊക്കെ പറയുമ്പോഴും സ്വർഗം സൈലൻ്റായിട്ട് നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരും. പക്ഷേ ഈ കൺഫ്യൂഷൻസ് ഒന്നൊക്കെ പറയുമ്പോഴും ഓർത്തോണം, അതിൻ്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നോ കൺഫ്യൂഷൻസ് വരുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ കർത്താവ് ഇടപെടുന്നില്ല എന്ന് വിചാരിക്കും. കർത്താവ് നമ്മളെ കൈവിട്ടെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ കാണുന്നില്ലെങ്കിലും അതിൻ്റെ പിൻപിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല എങ്കിലും അതിൻ്റെ പിൻപിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു 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 ഉടുപ്പയിൽ ഒരു എംബ്രോയിഡറി ഉണ്ടെന്ന് നോക്കി, പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരു ചിത്രം എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ അതിനെ ആ തുണി ഒന്ന് മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പുറകെ കുറേ നൂലുകൾ ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല എന്തുവാണ് അതിൻ്റെ ക്ലിയർ പാറ്റേൺ നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ ഡിസൈനാണ്. നമ്മുടെ കൺഫ്യൂഷൻസും നമ്മുടെ ഡിലേസും എല്ലാം നമ്മുടെ ബാക്ക് സൈഡാണ്. പക്ഷേ കർത്താവ് അതിൻ്റെ മുൻപിൽ ഒരു ഫിനിഷ്ഡ് പിക്ചർ കർത്താവ് കാണുന്നുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള. ഇപ്പം ജോസഫിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയുന്നത്, ഒന്ന് ഓർത്ത് നോക്കി. ജോസഫിൻ്റെ ജീവിതത്തിലൂടെ ഓടിപ്പോകുമ്പോൾ ജോസഫ് സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു. കള്ളക്കേസിൽ പ്രതിയാക്കി, അടിമത്തത്തിൽ കൊണ്ടുവന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ താൻ നേരിട്ടു. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിതൊക്കെ എനിക്ക് തിന്മയ്ക്കായിട്ട് നിരൂപിച്ച് ചെയ്തു, പക്ഷെ ദൈവം അതെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്തു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രോസസ്സിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ ടൈമിൽ നമ്മൾ ഓർത്തോണം, ദൈവം ഒന്നും നമുക്ക് തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല. മനസ്സിലായില്ലെങ്കിൽ കർത്താവിനെ അങ്ങ് വിശ്വസിക്കണം. ഒബീഡിയൻ്റായിട്ട് ഒന്നും അറിയാൻ മേലാത്ത സാഹചര്യങ്ങളിലാണ് കർത്താവ് പറയുന്നത് ദൈവവചനത്തെ, ദൈവിക ശബ്ദത്തെ അങ്ങ് ഒബേ ചെയ്യണം. കർത്താവിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയണം. കർത്താവ് വിശ്വസ്തന്, കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ കർത്താവിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയണം. പിന്നെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ, നിങ്ങളുടെ താമസങ്ങൾ, വെയിറ്റിംഗ് പീരീഡ്, കണ്ണുനീര്, ഇതൊന്നും വെറുതെ ആയി പോകത്തില്ല. ഒന്നും വെറുതെ ആയി പോകത്തില്ല. എല്ലാം കർത്താവ് തക്ക സമയത്ത് ചെയ്യും. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഹല്ലേലൂയ വേസ്റ്റായി പോകത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരം കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഹൃദയത്തെ നിങ്ങൾ നോക്കിക്കോണം. ആ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ അത്ഭുതമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതി സന്ദേശം കേൾക്കുന്ന കുഞ്ഞെ, നീ ഒരു കൺഫ്യൂഷൻ്റെ നടുവിലാണോ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ട് നിൽക്കുകയാണോ? എങ്ങനായിത്തീരും എൻ്റെ ജീവിതം? ഒരു ഐഡിയയും ഇല്ലാതിരിക്കുകയാണോ? കർത്താവ് പറയുന്നു, ഗോഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ്. ദൈവം അതിൻ്റെയൊക്കെ പിൻപിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിനക്കൊരു ശോഭനമായ ഭാവി ഒരുക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒരിക്കലും തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പറ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.